ആ കത്തിലെ വിശദാംശങ്ങൾ, ED മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു സഹിൻ ആന്റണി. കൊല്ലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു എന്നുള്ള സംഭവമാണ്. ചടയമംഗലം സ്വദേശിയായ സുധീഷാണ് കൊല്ലപ്പെട്ടത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഉണ്ടായ വാക്കുതർക്കത്തിനിടയിലാണ് കുത്തേറ്റത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ജിബിനെ പിടികൂടിയിട്ടുണ്ട് പോലീസ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ആദ്യമ ദൃശ്യങ്ങളിലേക്ക്. ഷമീറുണ്ട് വിവരങ്ങളുമായി. ഷമീർ, CCTV ദൃശ്യങ്ങൾ തന്നെ ആ ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇത് എന്ത് സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത്? വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന പേൾ ബാറിൽ ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ സുധീഷിന്റെ സുഹൃത്തുക്കളായ രണ്ടുപേർ അവിടെ ഇരുചക്ര വാഹനത്തിൽ വരുന്നു. ഷാനവാസിന്റെ സുഹൃത്തും ഇരുചക്ര വാഹനത്തിൽ വരുന്നു. ഈ വാഹനം പുറത്ത് പാർക്ക് ചെയ്യാൻ സെക്യൂരിറ്റി ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം പുറത്ത് പാർക്ക് ചെയ്ത ശേഷം ഇവർ ആ ബാറിനുള്ളിലേക്ക് കടന്നു വന്ന് ഈ സെക്യൂരിറ്റിയുമായി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. അതായത് കൊല്ലപ്പെട്ട സുധീഷിന്റെ സുഹൃത്തുക്കൾ. ഇതിനുശേഷം ഇവർ സംഘർഷം ഉണ്ടാക്കുന്നതിനിടയിൽ ഇവരെ പിടിച്ചു മാറ്റാനായിട്ടാണ് ചുമട്ടുതൊഴിലാളിയായ CITUവിന്റെ ചുമട്ടുതൊഴിലാളിയായ സുധീഷ് ഇവിടേക്ക് വരുന്നതും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും ചെയ്യുന്നത്. പിന്നീട് സെക്യൂരിറ്റിയെ മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് സെക്യൂരിറ്റി അകത്ത് കടന്ന് ഈ ബാറിലെ കിച്ചണിൽ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് ഇവരെ കുത്താൻ ശ്രമിച്ചു. ഇതും സുധീഷ് തടയാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് സുധീഷിന്റെ നെഞ്ചിൽ ആഴത്തിൽ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് അല്പസമയം അവിടെ നിന്ന ശേഷമാണ് സുധീഷ് അവിടെ വീണ് കൊല്ലപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം ബന്ധപ്പെട്ട് കുണ്ട്ര നാന്തിരിക്കൽ സ്വദേശി ജിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഈ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഇയാളെ മർദ്ദിച്ചതിലുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും തൊട്ടടുത്തുള്ള ആശുപത്രിയായ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സുധീഷിനെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അല്പസമയത്തിനകം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. സേതുലക്ഷ്മി. ശരി ഷമീർ. കൊല്ലത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. ചടയമംഗലം സ്വദേശി സുധീഷാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.